ഉള്ളത് പറയാലോ മോളെ. ആ കാലത്ത് ഞാൻ ഉറങ്ങാൻ മാത്രമാണ് എൻ്റെ വീട്ടിൽ കയറുന്നത്. കണ്ണു തിരുമ്മി എഴുന്നേറ്റാൽ ഒരൊറ്റ ഓട്ടമാണ് വീരഭദ്രമാമയുടെ വീട്ടിലേക്ക്. അവിടെയാണ് വീരഭദ്രമാമയുടെ മോൻ ഈ പരമേശ്വരനുള്ളത്, എൻ്റെ കൂട്ടുകാരൻ. പിന്നെ അവൻ്റെ അനിയത്തിയും. ഓ, ആ കാലമൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്ത് രസമാണെന്നറിയോ. ഇങ്ങ് വാടാ. ബാല, നീ എന്റെ അരികിൽ വേണം എപ്പോഴും. അപ്പൊ മുതലാളി, ഉത്സവത്തിന്റെ കാര്യം ഇന്നലെ പറഞ്ഞ പോലെ തീരുമാനിക്കല്ലേ? ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തണ്ട. പണം എത്ര വേണമെങ്കിലും ചെലവാക്കാം. ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തണ്ട. പണം എത്ര വേണമെങ്കിലും ചെലവാക്കാം. മുതലാളിയുടെ ഒരു ഉറപ്പ് കിട്ടിയാ പിന്നെ ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല. ഇദ്ദേഹമാണ് നമ്മുടെ അമ്പലത്തിൽ വന്ന പുതിയ തിരുമേനി. ആ, തിരുമേനിയോട് എനിക്ക് ഒറ്റക്കാരിയെ പറയാനുള്ളൂ. ദേവിക്കൊരു കുറവും വരുത്തരുത്, കേട്ടല്ലോ? അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ആ, ശ്രീധര, തിരുമേനിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ശരി മുതലാളി. ഈ കുട്ടികൾ 3 പേരും മുതലാളിയുടെ മക്കളാണോ? അങ്ങനെയല്ല തിരുമേനി. മുതലാളി ഇരുവശങ്ങളായി നിൽക്കുന്നവരാണ് മുതലാളിയുടെ മക്കള്. വലതുവശം നിൽക്കുന്നവൻ പരമേശ്വരൻ, ഇടതുവശം നിൽക്കുന്ന സീതാമണി, മറ്റേത് ബാലചന്ദ്രൻ. അത് അയൽവക്കത്തുള്ളതാ. എന്തിനാ സത്യ കുട്ടികളെ ഇങ്ങനെ വേർതിരിച്ച് പറയുന്നത്? ബാലേന്ദ്രനെ ഞാൻ അന്യനായിട്ട് കണ്ടിട്ടില്ല. അതെനിക്ക് ഇഷ്ടമല്ല. ഇവനും എന്റെ മകൻ തന്നെയാ. മൂന്ന് മക്കളാ എനിക്ക്.